എല്ലാവരും കൂടി എങ്ങോട്ടാ? ഞാനറിയാതെ എന്റെ മക്കളും മരുമക്കളും കൂടി ടൂറിന് പോവാണോ? അല്ല, നിങ്ങളുടെയൊക്കെ ഏട്ടൻ ഒരു ടൂർ നടത്തി വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിക്കൂടായികയില്ലല്ലോ. ഞങ്ങൾ ടൂറിന് പോകുന്നൊന്നുമല്ല. ട്രാവൽസിൽ തുടക്കം മുതലുണ്ടായിരുന്ന ജോസേട്ടന്റെ മകളുടെ കല്യാണമാണ്, സെന്റ് മേരീസ് ചർച്ചിൽ വെച്ച്. കുടുംബസമേതം ക്ഷണിച്ചിട്ടുള്ളതാ. വേണമെങ്കിൽ അമ്മയും വാ. കുടുംബസമേതം ക്ഷണിച്ചെങ്കിൽ ഇന്ദ്രനും വരുന്നുണ്ടാവൂല്ലോ അല്ലേ? അല്ല, അവനിവിടെ പോയി? ഏട്ടനെ ഇറങ്ങുന്നേ ഉള്ളൂ, കുളിച്ചോണ്ടിരിക്ക. അതാ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓഹോ, ആണോ? എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ഞാനും ഇന്ദ്രനും കൂടി സെന്റ് മേരീസ് ചർച്ചിലേക്ക് എത്തിക്കോളാം. താക്കോലിങ്ങതാ. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. പൊയ്ക്കോ. അതെ, അല്ല അതെങ്ങനെയാ? ഇന്ദിരേട്ടൻ ഞങ്ങളോടൊപ്പം വരാന്ന് പറഞ്ഞല്ലേ? അതെ അമ്മേ. ഇന്ദ്രേട്ടൻ റെഡി ആവുമ്പോഴേക്കും അമ്മ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വണ്ടിയില് സ്ഥലമുണ്ടല്ലോ. വേണ്ടടി. നിങ്ങളൊക്കെ എവിടേക്കാ പോകുന്നെന്നും ആരുടെ കല്യാണം കൂടാൻ പോകുന്നെന്നും എനിക്കറിയാമടി. എല്ലാരും കൂടി എന്നെ ചതിക്കാൻ നോക്കുമായിരുന്നല്ലേ? എങ്കിലും എനിക്കതൊന്ന് കാണണമല്ലോ. നീ അവിടെ കുളിച്ചോണ്ടിരിക്കടാ. ആനന്ദമാഷ് മകളെയും കൂട്ടി ഇങ്ങോട്ട് വരട്ടെ. അവളുടെ കഴുത്തിലിടാനേ താലിക്ക് പകരം ഒരു മുഴം കയറ് കൊടുത്തു വിടുന്നുണ്ട് ഞാൻ. എന്താ എല്ലാരും നിക്കുന്നേ? പോകാൻ നോക്ക്. പോയി പറ ആനന്ദമാഷിനോടും മക്കളോടും ഇന്ദ്രൻ വീണ്ടും ഈ അമ്മയുടെ കസ്റ്റഡിയിലായെന്ന്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞങ്ങൾ പോകുന്നത് ജോസേട്ടന്റെ മകളുടെ കല്യാണത്തിനാ. ഓ, അമ്മ അനന്തമാഷിന്റെ മകളെയും കുറിച്ച് പറയുന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മ ഇന്ദ്രേട്ടൻ പോലും അറിയാത്ത കാര്യങ്ങളാ അമ്മ ഇപ്പൊ ഈ പറയുന്നേ. അമ്മ ഇന്ദ്രേട്ടനെ പൂട്ടിയിടാതെ കാര്യം എന്താണെന്ന് നേരിട്ട് ചോദിക്കേ. അതൊക്കെ ഞാൻ ചോദിച്ചോളാടി. നിങ്ങൾ പള്ളിയിലെ കല്യാണത്തിന് പോവല്ലേ? പൊയ്ക്കോ. ഇന്ദ്രന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മേ, വീട് സത്യ ടൂ വീലർ ഇരിക്കല്ലേ? ഇന്ദിരേട്ടൻ അതിൽ വന്നോളൂ. അല്ല, നമുക്കിറങ്ങിയാലോ? നമ്മളെങ്കിലും സമയത്തിന് അവിടെ എത്തിയില്ലെങ്കിൽ മോശമല്ലേ? വാ. ശരി വാസന വാ. ഇനി ഇവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലേ? അതോ രവി എന്നെ ഓടിക്കാൻ വേണ്ടി ഇനി കുഞ്ഞമ്മയോട് കള്ളം പറഞ്ഞതാണോ? ഏയ്, അങ്ങനെ അവൻ വഴിയില്ല. അവൻ രഹസ്യമായി ആ കുഞ്ഞമ്മയോട് പറഞ്ഞത്. എന്തായാലും ഇന്ദ്രൻ കുളി കഴിഞ്ഞിറങ്ങി വന്ന് വിളിക്കട്ടെ, അപ്പ ചോദിക്കാം.